അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിയിടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിയിടണമേ നൽവരങ്ങൾ. നിൻ പൊന്നുമൽ സുതനാ ഈശോ മിശിഹാ വഴിയാൽ ഏകിയിടണമേ അമ്മേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിയിടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിയിടണമേ നൽവരങ്ങൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 13-ാം നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 12 നാളുകളായി നമ്മൾ ധ്യാനിച്ചു വരുന്ന, നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന കാര്യം വിശുദ്ധി പ്രാപിക്കാനുള്ള നമ്മുടെ എളിയ പരിശ്രമമാണ്. ഞാൻ ആദ്യമേ തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമ്മുടെ ഫോക്കസ് നമ്മുടെ വിശുദ്ധീകരണമായിരിക്കണം. ബാക്കിയൊക്കെ പിന്നാലെ നൽകപ്പെടും. സാധാരണ കാര്യങ്ങളിൽ കണ്ണുടക്കി കിടക്കരുത്, കാൽ തട്ടി വീഴരുത്. വിശുദ്ധി ആഗ്രഹിക്കണം നമ്മൾ. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓരോ ദിവസവും ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ
ദൈവകൽപ്പനകൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ധ്യാനിച്ചു. ഇതൊക്കെ നമ്മളിൽ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന ശൈലികളാണ്. ഇന്ന് ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വ്രതത്രയങ്ങളെക്കുറിച്ച് ധ്യാനിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഏതാണ് വ്രതത്രയങ്ങൾ? 3 വ്രതങ്ങൾ ഏതൊക്കെയാണ്? അപ്പം നമ്മൾ വേണമെങ്കിൽ മനസ്സിൽ പറയാച്ചോ, വ്രതങ്ങളൊന്നും ഞങ്ങൾക്കുള്ളതല്ലോ, അതൊക്കെ സന്യാസികൾക്കുള്ളതല്ലേ, ഞങ്ങൾക്ക് വ്രതങ്ങളില്ലല്ലോ എന്ന് ചിലപ്പോൾ തോന്നും. ശരിയാണ് നിങ്ങൾ പറയുന്നത്, വ്രതങ്ങൾ സന്യാസികളാണ് കുറെ കൂടെ വ്രതത്രയങ്ങളിൽ ഉറച്ച് ജീവിക്കുന്നത്. പക്ഷേ ഏത് ക്രിസ്ത്യാനിക്കും ജീവിത വിശുദ്ധീകരണം സാധ്യമാക്കാൻ ഈ വ്രതങ്ങളെ ധ്യാനിക്കുന്നത്, ഈ വ്രതാധിഷ്ഠിതമായ ഒരു ജീവിതം ജീവിക്കുന്നത് ഉപകാരപ്രദമാണ്. ഏതൊക്കെയാണ് വ്രതങ്ങൾ? നിങ്ങൾക്ക് വീടുകളിലിരുന്ന് പറഞ്ഞു നോക്കാം. ഏതൊക്കെയാണ് 3 വ്രതങ്ങൾ, ക്രിസ്തീയ വ്രതങ്ങൾ? ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. ഈ 3 വ്രതങ്ങളെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ധ്യാനിക്കണം. നമ്മളാരും ഇപ്പോൾ ചില കഠിന താപസ ജീവിതം ജീവിക്കുന്ന സന്യാസിനികളെ പോലെ പരിപൂർണ ദാരിദ്ര്യത്തിൽ ഒന്നുമില്ലാതെ ജീവിക്കണമെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അങ്ങനെയല്ല. പക്ഷെ എങ്ങനെ നമ്മുടെ സാഹചര്യത്തിൽ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വീട്ടിലെ, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ സാഹചര്യത്തിൽ എങ്ങനെ വ്രതങ്ങൾ കുടുംബ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. അപ്പം ഇന്ന് നമ്മൾ ആദ്യത്തെ വ്രതമായ ദാരിദ്ര്യത്തെക്കുറിച്ച് ധ്യാനിക്കും. നാളെ ബ്രഹ്മചര്യമാണ് ധ്യാനിക്കേണ്ടത്. പക്ഷേ ഈ കന്യകാത്വം, ബ്രഹ്മചര്യം നമ്മൾ പിന്നീടൊരു ദിവസത്തേക്ക് നീട്ടിവെക്കുകയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പം നാളെ നമ്മൾ അനുസരണത്തെക്കുറിച്ചും ധ്യാനിക്കും. അപ്പം ദാരിദ്ര്യവും അനുസരണവും ധ്യാനിച്ച് ബ്രഹ്മചര്യത്തെ മറ്റൊരു ദിവസം നമ്മൾ ധ്യാനത്തിനായിട്ട് നീക്കിവെക്കുകയാണ്. അപ്പം ഇന്ന് ദാരിദ്ര്യവ്രതം. എങ്ങനെയാണ് ദാരിദ്ര്യം ജീവിക്കാൻ പറ്റുന്നത്? ഇത് കേൾക്കുമ്പോഴേ നമ്മുടെ പുരികം ചുളിയും. കാരണം എങ്ങനെയാണ് അച്ചോ ദാരിദ്ര്യം ജീവിക്കാൻ പറ്റുന്നത്? കാരണം കാശില്ലാതെ പറ്റുമോ? നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യമല്ലേ, കാശ് തന്നെ വേണ്ടേ അച്ചോ? പട്ടിണി കിടന്നിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഇന്നത്തെ കാലത്ത് എന്തുമാത്രം ചെലവുകളാണ്. വല്ലതും കഴിക്കണമെങ്കിൽ കാശ് വേണ്ടേ? ഒരു മെച്ചപ്പെട്ട വീട് പണിയണമെങ്കിൽ കാശ് വേണ്ടേ? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ കാശ് വേണ്ടേ? ആർക്കെങ്കിലും ഒരു രോഗം വന്നാൽ കാശ് വേണ്ടേ? അപ്പോ പണം അത്യന്താപേക്ഷിതമായൊരു കാലത്തും ലോകത്തും നമ്മൾ എങ്ങനെ ദാരിദ്ര്യം ജീവിക്കും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദാരിദ്ര്യം ജീവിക്കേണ്ടത്, പ്രിയമുള്ള എന്നെ കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കളെ, കുടുംബജീവിതം നയിക്കുന്നവരാണ് കൂടുതലും എനിക്കറിയാം. എന്നെ കേൾക്കുന്നവർ, നിങ്ങളോടായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, എങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദാരിദ്ര്യം ജീവിക്കണം? ലളിതമായ ഉത്തരം: സമ്പത്തിനോട് മമതയില്ലാതെ ജീവിക്കുക. സമ്പത്തിനോട് ആർത്തിയില്ലാതെ ജീവിക്കുക. മതി, അത്രയും ചെയ്താൽ മതി. നിങ്ങൾ ആരും പട്ടിണി കിടക്കണ്ട. നിങ്ങൾ ആരും ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ജീവിക്കണ്ട. എല്ലാം ന്യായമായിട്ടുള്ളത് വേണം നമുക്ക്. പക്ഷേ സമ്പത്തിനോട് ഒരു അമിത മമത, അതായത് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന പിവട്ട്, സെൻട്രൽ പോയിന്റ്, അത് സമ്പത്താണോ? എന്നെ പൂർണ്ണമായി നിശ്ചയിക്കുന്ന എൻ്റെ ഇടപെടലുകൾ, എൻ്റെ സമയത്തിൻ്റെ ഉപയോഗം, എൻ്റെ തീരുമാനങ്ങൾ, എല്ലാത്തിനെയും ബാധിക്കുന്ന കാര്യം സമ്പത്തായിട്ട് മാറുന്നുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. അതാകരുത് എന്നേ ഉള്ളൂ. അത്രയും ഞാൻ പറയുന്നുള്ളൂ. ദാരിദ്ര്യവ്രതം നമ്മൾ ജീവിക്കേണ്ടത് സമ്പത്തിനെ എങ്ങനെ മനസ്സിലാക്കണം? സമ്പത്തിനെ ദൈവം തന്നതായിട്ട് മനസ്സിലാക്കണം. ദൈവം തന്നതായിട്ട് നമ്മുടെ സമ്പാദ്യങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ നമ്മുടെ ദാരിദ്ര്യം ജീവിച്ചു തുടങ്ങുകയാണ്. എങ്ങനെ? എല്ലാം ദൈവദാനമാണ്, എനിക്കൊന്നുമില്ല, എല്ലാം ദൈവദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്നിടത്ത് ഒരു സാധാരണ വിശ്വാസി അവൻ്റെ ദാരിദ്ര്യവ്രതം ജീവിച്ചു തുടങ്ങുകയാണെന്ന് ഓർക്കണേ. അത്രയൊക്കെ ഒന്ന് ചെയ്തു തുടങ്ങുക. മറ്റൊന്ന്, നമുക്കാരുടെയും കവർന്നെടുക്കേണ്ട. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കാരുടെയും കവർന്നെടുക്കേണ്ട. അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിമ്പിളായിട്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ദാരിദ്ര്യം ഒരു സാധാരണ ക്രിസ്തീയ വിശ്വാസി അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കാൻ പറ്റുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഒന്ന്, പ്രധാനമായിട്ടും എന്താണത്? സമ്പത്തിനോട് ആർത്തിയില്ലാതെ ജീവിക്കുക. 2, എനിക്കുള്ളതൊക്കെ എൻ്റെ കർത്താവ് തമ്പുരാൻ തന്നതാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ജീവിക്കുക. എനിക്കുള്ള സമ്പാദ്യമൊക്കെ എൻ്റെ കർത്താവ് തന്നതാണ്. 3,
മറ്റാരുടെയും കവർന്നെടുക്കാതിരിക്കുക. വേറെ ആരുടെയും സമ്പത്ത് നമുക്ക് വേണ്ട, അതൊരു തീരുമാനമായിട്ട് എടുക്കുക. വേറെ ആർക്കെങ്കിലും അർഹിച്ച ഒരു ചില്ലിക്കാശ് നമുക്ക് വേണ്ട എന്നൊരു തീരുമാനം എടുക്കാവോ? അത്രയും ചെയ്താൽ മതി. ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണത്. മറ്റാരുടെ ഒന്നും നമുക്ക് വേണ്ട. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മുടെ 32 കൂട്ടം നമസ്കാരമില്ലേ, നമ്മൾ പണ്ടൊക്കെ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നതാണ് ഈ 32 കൂട്ടം നമസ്കാരം. ക്രിസ്തീയ വേദോപദേശ സംക്ഷേപം എന്നൊരു ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു. അതിനകത്ത് 32 കൂട്ടം നമസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കൊണ്ട് ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിലൊന്നിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന പാപങ്ങൾ 4. അതായത് ഈ പാപം ചെയ്തവന്മാര് കയറി വരാൻ നോക്കിയിരിക്കുക ദൈവം കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ പാപങ്ങളുണ്ടെന്നേ. ദൈവം പ്രതികാരം ചെയ്യാൻ ആവശ്യപ്പെടുന്ന പാപങ്ങൾ 4. അപ്പൊ നമ്മളിപ്പോ ആകപ്പാടെ ആശങ്ക, എൻ്റെ കർത്താവേ ഏതാണ് ആ പാപങ്ങൾ, അതെങ്കിലും ചെയ്യാതിരിക്കേണ്ട, ദൈവം പ്രതികാരം ചെയ്യാൻ പോകുന്ന പാപങ്ങൾ ഏതാണെന്ന് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോണം. പക്ഷെ അതിനകത്തൊന്ന് ഞാൻ പറയാം. അതിനകത്തൊന്നിതാണ്: വേലക്കാർക്ക് കൂലി കൊടുക്കാത്തത്. അത് കേൾക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. ദൈവമേ, ഇത്രയും സാമൂഹിക ബോധമുള്ളൊരു സഭയുടെ ഭാഗമാണല്ലോ ഞാൻ. അതായത് സഭ പഠിപ്പിക്കുകയാണ്, എടാ വേലക്കാർക്ക് കൂലി കൊടുത്തില്ലെങ്കിൽ ദൈവം പ്രതികാരം ചെയ്യും, അതുകൊണ്ട് വേല ചെയ്യുന്നവൻ അർഹമായത് കൊടുക്കണമെന്ന്. മറ്റുള്ളവൻ്റെ സമ്പാദ്യം കവർന്നെടുക്കരുത്. അന്യായ സമ്പത്ത് വീട്ടിൽ കൊണ്ട് കയറ്റരുത്. അപ്പം നമ്മൾ പറയാം, പക്ഷേ ഞങ്ങൾ പിടിച്ചു പറിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ മോഷ്ടിക്കാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെയാണ് അന്യായ സമ്പത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ട് കയറ്റുന്നത്? അതാ ഇങ്ങനെയാണ്. അതായത് നിന്റെ വീട്ടിൽ, നിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവന് അവൻ്റെ അധ്വാനത്തിന് അർഹമായ വേതനം നീ കൊടുക്കാതിരിക്കുമ്പോൾ, അതും കൂടെ നിന്റെ ലാഭമായി നീ കണക്കാക്കുമ്പോൾ നീ എന്താ ചെയ്യുന്നത്? അന്യായപ്പെട്ട സമ്പത്ത് നിന്റെ വീട്ടിൽ കൊണ്ട് കയറ്റുകയല്ലേ ചെയ്യുന്നത്. അത് അവൻ അർഹതപ്പെട്ട സ്വത്തല്ലേ, അവൻ അർഹതപ്പെട്ട പണമല്ലേ, അതല്ലേ നീ പിടിച്ചു വെച്ചിരിക്കുന്നത്. അരുത്. ദാരിദ്ര്യം ജീവിക്കേണ്ടത് ഇങ്ങനെയാണ്. അർഹതപ്പെട്ടതൊക്കെ കൊടുക്കുക, എല്ലാവർക്കും വേണ്ടത് കൊടുക്കുക. അല്ലെങ്കിൽ കൊള്ള ലാഭം വേണ്ട. നമ്മൾ കച്ചവടം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കൊള്ള ലാഭം വേണ്ട. ഇനി ഒരു സ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് ഒരു സർക്കാർ സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കൈക്കൂലി വേണ്ട. നമുക്ക് ഇതൊക്കെ പൊള്ളുന്ന കാര്യമാണെന്ന്. നമുക്ക് ഭക്തരായിരിക്കാൻ എളുപ്പമാണ്. എല്ലാ ഞായറാഴ്ചയും കുർബാനയിൽ പങ്കെടുത്തിട്ട് 500 രൂപ സ്തോത്രക്കാഴ്ച ഇടാൻ എളുപ്പമാണ്. എന്നിട്ട് ഈ സ്തോത്രക്കാഴ്ച ഇട്ട ഞായറാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വരും തിങ്കളാഴ്ച തൊട്ട് വേലക്കാരന് കൂലി കൊടുക്കാവോ കൃത്യമായിട്ട്? കൈക്കൂലി വാങ്ങാതിരിക്കാവോ കൃത്യമായിട്ട്? അത് ചെയ്യാനാ ബുദ്ധിമുട്ട്. അവിടെയാണ് ക്രിസ്ത്യാനിയുടെ മാറ്റുരയ്ക്കപ്പെടുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ഭക്തരായ ക്രിസ്ത്യാനികൾ 6 ദിവസം തോന്നിയ പോലെ ജീവിച്ചിട്ട് 7-ാം നാൾ ഞായറാഴ്ച സ്തോത്രക്കാഴ്ച 500 രൂപ ഇട്ട് കർത്താവിനെ പ്രീതിപ്പെടുത്താൻ നോക്കുക. ഇതെന്ത് കപടതയാണ്! ഇതിനകത്ത് എവിടെയാണ് നേരുള്ള ക്രിസ്തീയത ഉള്ളത്? നമുക്ക് അങ്ങനെയല്ല. ഓരോ 24/7 ക്രിസ്ത്യാനി ആയിരിക്കണം. അന്യായ സമ്പത്ത് നമുക്ക് വേണ്ട. അന്യായ സമ്പത്ത് എന്ന് പറയുമ്പോഴേ നമ്മുടെ വസ്ത്രവും നമ്മുടെ ഭക്ഷണവും ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഞാൻ എപ്പോഴും ഞാൻ ധ്യാനിപ്പിക്കാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പറയാറുള്ളതാണ്. അതായത് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു നിലപാട് വേണം. ഞാൻ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനും പോകാറുണ്ട്. എനിക്കും സുഹൃത്തുക്കളുടെ കൂടെ ഒക്കെ വല്ലപ്പോഴും ഒക്കെ വൺസ് ഇൻ എ വൈൽ പുറത്തൊക്കെ പോയി ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കും. അതും വേണം കേട്ടോ, അതും വേണം. കുഞ്ഞുങ്ങൾക്ക് അത്തരം അനുഭവങ്ങളൊക്കെ കൊടുക്കണം. ഒരുമിച്ചൊന്ന് പോയി പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നത്. എല്ലാം കൂടി ഈ പിശുക്കി കൂട്ടി വെക്കരുത്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പറയുന്നത്. കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചൊന്ന് പുറത്ത് കൊണ്ടുപോകത്ത് പോലുമില്ല. അതൊന്നും വേണ്ട. വല്ലപ്പോഴൊക്കെ പുറത്ത് പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നതല്ല, ഈ പുറത്ത് പോയൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഈ മറ്റുള്ളവരെയൊക്കെ നോക്കും, ബാക്കി ടേബിളുകളിലേക്കൊക്കെ. അത് ഈ കൊതിയോടെ നോക്കുന്നതല്ല, വെറുതെ ഒബ്സർവേഷനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയാണ്, ചില കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് വന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ മെനു കാർഡിലുള്ള എല്ലാം ഓർഡർ ചെയ്യും. ആ പിള്ളേർ അത് അപ്പനും അമ്മയും കണ്ടുകൊണ്ടിരിക്കും. ഇതെല്ലാം ഓർഡർ ചെയ്തിട്ട് ഇതെല്ലാം കൂടെ വാരി വലിച്ചൊരു കഴിപ്പ് കഴിച്ചിട്ട് ഇതുങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ ഉണ്ടല്ലോ, ആ ഓർഡർ ചെയ്ത സാധനത്തിൻ്റെ പകുതിയോളം ആ പ്ലേറ്റിൽ വേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് വടിച്ച് മാറ്റേണ്ടി വരുന്ന ആ ക്ലീനറിൻ്റെ കണ്ണിലെ സങ്കടം കാണണം. അവന് കിട്ടുന്നത് കുറച്ച് ചോറും അല്പം ചാറുമായിരിക്കും. അത് കഴിച്ചിട്ട് വയറ് നിറച്ചിട്ട് പണിയെടുക്കുന്നവൻ്റെ മുമ്പിൽ മുന്തിയ തരം ഭക്ഷണങ്ങൾ അത് വേസ്റ്റായി വേസ്റ്റ് കൊട്ടയിലേക്ക് വടിച്ചു മാറ്റേണ്ടി വരുന്നവൻ്റെ സങ്കടമുണ്ട്. അതായത് നമ്മൾ പാഴാക്കി കളയുന്ന ഓരോ അരിമണി ചോറിലും അന്നം കിട്ടാത്ത കുഞ്ഞുങ്ങളുടെ നിലവിളി ഉണ്ടെന്ന് ഓർക്കണേ. നമ്മുടെ കുടുംബങ്ങളിൽ പണ്ടത്തെ ശീലമായിരുന്നു, ചോറ് പാഴാക്കാൻ, ഭക്ഷണം പാഴാക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഇന്ന് സമൃദ്ധി വീടുകളിൽ വന്നു കയറിയപ്പോൾ എല്ലാം തോന്നിയ പോലെയായി. ഇവിടെയാണ് ദാരിദ്ര്യവ്രതം ജീവിക്കേണ്ടത്. എന്തുമാത്രം ഉണ്ടെങ്കിലും എല്ലാത്തിനെയും ആദരവോടെ കാണണം. എന്തുമാത്രം സ്വത്ത് നിനക്ക് ഉണ്ടായിക്കോട്ടെ, ദൈവം അനുഗ്രഹിച്ചതാണ്, നല്ല കാര്യം. പക്ഷേ ഓരോന്നിനെയും ആദരവോടെ കാണണം. ഞാൻ ഈ ചേടുത്തിമാരോടൊക്കെ പറയും, നമ്മുടെയൊക്കെ വാർഡ്രോബിൽ, അലമാരകളിൽ ഇങ്ങനെ സാരിയും ചുരിദാറും ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്.
പർവ്വതം കണക്കെ. നമുക്കിത് ഇടയ്ക്ക് തുറന്ന് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. ഇതിങ്ങനെ ആകാശം തൊട്ട് താഴേക്ക് ഇങ്ങനെ കണ്ട് നിർവൃതി അടയാറുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 1-2 വർഷത്തിനിടയ്ക്ക് അത്രയും എടുത്തോ സ്പാൻ ഓഫ് ടൈം, ഒരു തവണ പോലും ഉടുക്കാത്ത സാരി, ഒരു തവണ പോലും ധരിക്കാത്ത ചുരിദാർ ആ കൂട്ടത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മേലുണ്ടല്ലോ വസ്ത്രമില്ലാത്ത പാവപ്പെട്ടതുങ്ങളുടെ നിലവിളിയുണ്ട്. പൂഴ്ത്തിവെപ്പല്ലേ ഇതൊക്കെ? ഇത് കൊടുക്കുന്നേ ആർക്കെങ്കിലുമൊക്കെ. അതുകൊണ്ട് ഇത്തരം ഒരു കൺസേൺ, അന്യായ സമ്പത്ത് വീട്ടിൽ കൊണ്ട് കയറ്റണ്ട. ഇത് എൻ്റെ ആശയമല്ല, ഇത് ബൈബിളിൻ്റെ ആശയമാണ്. ബൈബിൾ ഇത് വളരെ ഗൗരവത്തോടെ മൂർച്ചയുള്ള ഭാഷയിൽ വചനം സംസാരിക്കുന്നതാണ്. അന്യായ സമ്പത്ത്, പാവപ്പെട്ടവന്റെ നിലവിളി നമ്മുടെ വീട്ടിൽ ഉയരരുത്. പാവപ്പെട്ടവന്റെ ചോരയ്ക്ക് ദൈവം കണക്ക് ചോദിക്കും. അതുകൊണ്ട് നമ്മളത് ചെയ്യരുത്. ദൈവം യുദ്ധം ചെയ്യാൻ വരും നമുക്കെതിരെ. നമുക്കത് വേണ്ട എന്ന് പ്രത്യേകം ഓർക്കണം. അത് 2-3 വാക്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ കാര്യം ഉള്ളതാണെന്ന്, ഇത് അച്ഛൻ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലെന്ന് നിങ്ങൾക്ക് തോന്നണ്ടേ, അതിനു വേണ്ടിയിട്ടാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായം 11 വാക്യം. ജെറമിയ 17:11. അവിടെ ഇങ്ങനെയാണ്: താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിൽ അതവനെ വിട്ടുപിരിയും, അവസാനം അവൻ വിഡ്ഢിയാവുകയും ചെയ്യും. നിനക്കർഹതയില്ലാത്ത പണം നീ കവർന്നെടുത്താൽ, വീട്ടിൽ കൊണ്ട് കയറ്റിയാൽ അതെങ്ങനെയാണ്? താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കും തിത്തിരി പക്ഷിയെ പോലെയാണ് നീ. അന്യായ സമ്പത്ത് വേണ്ട. ജീവിത മധ്യത്തിൽ അത് നിന്നെ വേർപിരിയും, നിന്നിൽ നകന്നു പോകും, നീ വിഡ്ഢിയായി തീരുകയും ചെയ്യും. ഇനിയുമുണ്ട് ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം, ഹബക്കുക്കിന്റെ പുസ്തകം 2-ാം അധ്യായം, ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. ഇത് അല്പം കൂടെ കട്ടിയാണ്. അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ, ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന്, തൻ്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം. ബൈബിൾ ദുരിതം പ്രഖ്യാപിക്കുകയാണ്. അന്യായമായി പണം സമ്പാദിക്കുന്നവന് ഹാ കഷ്ടം. പല ജനതകളെയും നശിപ്പിച്ച നീ നിന്റെ ഭവനത്തിന് അപമാനം വരുത്തി വെച്ചു, നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി. എന്നിട്ട് അടുത്തതാണ്: ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, മേൽക്കൂരയിൽ തുലാം മറുപടി പറയും. രക്തം കൊണ്ട് നഗരം പണിയുകയും അകൃത്യം കൊണ്ട് പട്ടണം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് ഹാ കഷ്ടം. എന്ന് വെച്ചാൽ, നീ അന്യായ സമ്പത്ത് കൊണ്ട് പണിതുയർത്തിയ വീടിൻ്റെ കല്ല് നിനക്കെതിരെ നിലവിളിച്ചുകൊണ്ടിരിക്കും. വീടിൻ്റെ ഉത്തരം തുലാം നിനക്കെതിരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന്. എന്തൊരു ഗതികേടാണത്! അതുകൊണ്ട് നമുക്കുള്ളത് മതിയെന്ന് പറഞ്ഞങ്ങ് തൃപ്തിപ്പെടുക. ഈ തൃപ്തിയാണ് നമ്മൾ ജീവിക്കുന്ന ദാരിദ്ര്യം. ഉള്ളത് മതി, കർത്താവ് തരുന്നത് മതി, നീതിയോടെ ന്യായത്തോടെ കിട്ടുന്ന പണം മതി എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഒരു ക്രിസ്ത്യാനി അവൻ്റെ ദാരിദ്ര്യവ്രതം ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ സംതൃപ്തിയോടെ ജീവിച്ചിട്ട് അതിൻ്റെ ഉള്ളത് പങ്കുവെക്കാനും പഠിക്കുന്നിടത്ത് നമ്മൾ ദാരിദ്ര്യവ്രതം ജീവിക്കുക. ഞാൻ പറയാറുള്ളൊരു ദാരിദ്ര്യവ്രതത്തിൻ്റെ ശൈലിയുണ്ട്. ഇപ്പോൾ ഒന്നുമില്ലാതിരിക്കുന്നതല്ല ഈ കാലത്തെ ദാരിദ്ര്യം. നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അച്ഛനായിട്ട് തന്നെ പറയാം. പച്ചമാർക്ക് കാറൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പറയും, ദാരിദ്ര്യവ്രതമൊക്കെ എവിടെ പോയി എന്ന് ചിലപ്പോൾ ചോദിക്കും. പക്ഷേ ഞാനതിനെ മനസ്സിലാക്കുന്ന വേറൊരു രീതിയിലാണ്. അതായത്, നമുക്കുള്ളതൊക്കെ എൻ്റേത് മാത്രം ധരിക്കാതെ ഉള്ളതൊക്കെ എല്ലാവർക്കും വേണ്ടി ഉപയോഗിച്ചാലോ? അവിടെയല്ലേ അതിനകത്ത് കുറച്ചുകൂടെ സന്തോഷമുള്ളത്. എനിക്കൊരു വണ്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ വണ്ടി ആരുടെ ആവശ്യത്തിന് വേണ്ടി ഓടാൻ തയ്യാറാണ്, ആരെയും അതിൽ കയറ്റും, അതെല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ്. എനിക്കൊരു ബൈക്കുണ്ട്, എനിക്കൊരു ക്യാമറയുണ്ട്, അത് വേറൊരു ആവശ്യത്തിന് ഇന്ന് എടുത്തോ, നീ ഉപയോഗിച്ചോ എന്ന് പറയുന്നിടത്താണ് കുറച്ചുകൂടെ ദാരിദ്ര്യവ്രതം ഉള്ളത്. അത് ഉള്ളത് ആരെയും തുടിക്കത്തില്ല, എൻ്റെ. അത് മറ്റേ ബോഷ്നായ ധനികന്റെ ശൈലിയാണ്. അതല്ല പുണ്യം. ഉണ്ടായിക്കോട്ടെ, ദൈവം തന്നതല്ലേ, സ്വീകരിച്ചു. പട്ടിണി കിടക്കണമെന്നും ദരിദ്രവാസിയായിട്ട് ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കിട്ടുന്നത് ദൈവം തരുന്നത് ന്യായമായിട്ടുള്ളത് വാങ്ങിച്ചിട്ട് അതെല്ലാവർക്കും നന്മയ്ക്കായി ഉപയോഗിക്കുന്നിടത്താണ് ഒരു ക്രിസ്ത്യാനി ഈ സാഹചര്യത്തിൽ ദാരിദ്ര്യവ്രതം ജീവിക്കേണ്ടത്. അന്യായ സമ്പത്ത് നമുക്ക് വേണ്ട. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ 3 കാര്യങ്ങൾ. 1, സമ്പത്തിനോട് മമത ഉണ്ടാകരുത്, അമിതമായ ആർത്തി ഉണ്ടാകരുത്. 2, എല്ലാം ദൈവം തന്നതാണെന്നുള്ള ചിന്തയിൽ ജീവിക്കണം. 3, അന്യായ സമ്പത്ത് വീട്ടിൽ കൊണ്ട് കയറ്റരുത്. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക്, ഇന്നത്തെ പ്രാക്ടിക്കൽ സൈഡ്, അതൊരു രസമുള്ള ഹോംവർക്കാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം, നിങ്ങളുടെ വീട്ടിൽ കൂടെ ഒന്ന് നടക്ക്. നിങ്ങളുടെ വാർഡ്രോബൊക്കെ തുറന്ന് നോക്ക്. നിങ്ങൾ ഉപയോഗിക്കാത്ത, ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചു വാങ്ങിച്ചതായിരിക്കും, നിങ്ങൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ, അത് വേറെ ഒരാൾക്ക് ഉപകാരപ്പെടുമെന്ന് കണ്ടാൽ അതെടുത്ത് കൊടുക്ക്. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. വീടിനകത്ത് ചുമ്മാ ഇരിക്കുകയാണ്. ചില വീട്ടിലൊക്കെ ചെന്നുമ്പോൾ ഞാനിങ്ങനെ തമാശയ്ക്ക് സൗഹൃദം കൊണ്ട് ചോദിക്കുന്നതാണ്, എത്ര ഡിന്നർ സെറ്റ് ഉണ്ട്? ഏറ്റവും കൂടുതൽ ഒരു വീട്ടിലിരിക്കുന്ന സാധനമാണ് ഡിന്നർ സെറ്റ്.
10ഉം 15 ഡിന്നർ സെറ്റൊക്കെയാണ് ഒരു വീട്ടിലിരിക്കുന്നത്. ഇത് ജന്മത്ത് പൊട്ടിക്കത്തില്ല. ഈ ഡിന്നർ സെറ്റ് എല്ലാം വീട്ടിൽ വെച്ചിട്ട് സ്റ്റീൽ പാത്രത്തിലേ കഴിക്കത്തുള്ളൂ. ഇത് ആർക്ക് വേണ്ടി പൂഴ്ത്തി വെച്ചിരിക്കുന്നതാണ്? ആർക്കെങ്കിലും എടുത്ത് കൊടുക്ക്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗമില്ലാത്തത്, ശരിയാണ്, കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ചതാണ്, ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കാൻ ആളുമില്ല, ആർക്കെങ്കിലും എടുത്ത് പങ്കുവെക്കുന്നിടത്ത് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ദാരിദ്ര്യം ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗമില്ലാത്ത വസ്തുക്കൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിൻ ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ, പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. യേശുവിൻ നാമത്തിനാരാധന, രാജാധിരാജാവിനാരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയ്ക്ക് തുല്യനായ ആരുമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടും, നീയാണ് ദൈവമേ, എൻ പിതാവേ. അങ്ങേക്ക് തുല്യനായ ആരുമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നേ, നീയാണെൻ ദൈവമേ, എൻ പിതാവേ. ഹല്ലേലൂയ, 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 ഈശോയെ, പരിശുദ്ധനായവനെ, നിനക്ക് ആരാധന. കർത്താവേ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 13-ാം നാൾ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് ചേർക്കുന്നതിനെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. ഈ ശുശ്രൂഷയെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. ഓരോ ദിവസവും വിശുദ്ധ വിചാരങ്ങളോടെ തിരുസന്നിധിയിൽ ഞങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നതിനെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. ഈശോയെ, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവിധം നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോ, ഞങ്ങൾ ഇന്ന് ധ്യാനിച്ചത് വ്രതത്രയങ്ങളിൽ ഒന്നാമത്തത് ദാരിദ്ര്യം. ഞങ്ങളുടെ അനുദിന ജീവിത വ്യാപാരങ്ങളിൽ
എങ്ങനെ ജീവിക്കാമെന്ന് കർത്താവേ ഞങ്ങൾ കേട്ടു പഠിക്കുകയായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നിട്ടും എല്ലാറ്റിൻ്റെയും ഉടയവനായിരുന്നിട്ടും നീ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നതാണല്ലോ കർത്താവേ നിന്റെ ദാരിദ്ര്യം. ദൈവമാതാവായിരുന്നിട്ടും പരിശുദ്ധയമ്മ എളിമയോടെ സാധാരണക്കാരിയായി ജീവിച്ചത് അവളുടെ ദാരിദ്ര്യത്തിൻ്റെ പ്രകടനമായിരുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ ദാരിദ്ര്യം ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കേട്ട് മനസ്സിലാക്കുകയായിരുന്നു. ഒന്നാമതായി, സമ്പത്തിനോട് മമതയില്ലാതെ ജീവിക്കണമെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഈശോ, എളിമയോടെ ഹൃദയം നുറുങ്ങി ഞങ്ങൾ ഏറ്റുപറയട്ടെ തിരുമുമ്പാകെ, അധ്വാനത്തെ സമ്പത്തിനു വേണ്ടി മാത്രമാക്കി മാറ്റിയവരാണ് ഞങ്ങൾ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെയും സമ്പാദ്യങ്ങൾ സ്വരുക്കൂട്ടാനായിട്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻഗണനാ ക്രമത്തിൽ നിന്ന് നിന്നെ താഴോട്ടിറക്കി സമ്പത്തിനെ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച നേരങ്ങൾ ഒരുപാട് ഉണ്ടായി പോയിട്ടുണ്ട് കർത്താവേ എന്ന് ദൈവജനമേ എളിമയോടെ നമുക്ക് ഏറ്റുപറയാം. ഈശോയെ, നിന്നെ മറന്നിട്ട്, നിനക്ക് നൽകേണ്ട ആരാധന മറന്നിട്ട്, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കേണ്ട നേരങ്ങളെ വിസ്മരിച്ചിട്ട് സമ്പത്തിന്റെ പിറകെ അലഞ്ഞ നേരങ്ങളെ ഓർത്ത് അനുതപിക്കുന്നു. ഈശോയെ, കർത്താവേ, ലഭിച്ചതൊക്കെ ഉള്ളതൊക്കെ നിന്റെ ദാനമാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായി ഞങ്ങൾക്ക് മെച്ചപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സമ്പത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെയും നിന്റെ അനുഗ്രഹത്തിന്റെ ഫലമാണെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഇരവ് പകലുകൾ വ്യത്യാസമില്ലാതെ അധ്വാനിച്ചിട്ടും മിച്ചമൊന്നുമില്ലാത്ത ഒരുപാട് പേര് ഞങ്ങൾ കാണുന്നുണ്ട് കർത്താവേ. എന്നിട്ടും ഞങ്ങൾക്കൊക്കെ കൈക്കുമ്പിളിൽ വലുതുമൊക്കെ മിച്ചമുണ്ടെങ്കിൽ അത് നിന്റെ അനുഗ്രഹം ഒന്നു മാത്രമാണ് തിരിച്ചറിഞ്ഞ് എളിമപ്പെട്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു കർത്താവേ. മറ്റുള്ളവരുടെ സമ്പത്ത് കവർന്നെടുക്കരുതെന്ന്, അന്യായപ്പെട്ട പണം, നീതിയില്ലാത്ത സ്വത്ത് വീട്ടിൽ കൊണ്ട് കയറ്റരുതെന്ന് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഈശോ, അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തിയ നേരങ്ങൾ, അവർക്ക് ലഭിക്കേണ്ടവ കവർന്നെടുത്ത നേരങ്ങൾ, അർഹമായത് കൊടുക്കാതെ ഞാൻ പൂഴ്ത്തിവെച്ച നേരങ്ങൾ അനുദപിക്കുന്നു. ഈശോയെ, കർത്താവേ, സമ്പത്തുള്ളപ്പോഴും അതിനോട് ഒരു നിശ്ചിത അകലം പാലിച്ച് നിന്നോട് ചേർന്നിരിക്കുവാൻ തക്കവിധം എന്നെ നീ ഒരുക്കണമേ. ഈശോയേ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്തായിട്ട് നിന്നെ അറിയുവാനും ഏറ്റുപറയുവാനും എന്നെ നീ ബലപ്പെടുത്തണമേ. ഏറ്റവും വലിയ സമ്പത്ത് നീയാണെന്ന് തിരിച്ചറിവ് കിട്ടിയാൽ കേവല സമ്പത്തിന്റെ പിന്നാലെ ഞാൻ അലയുകയില്ലല്ലോ. കർത്താവേ, നീയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ജീവിതം കൊണ്ട് ഏറ്റുപറയാൻ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, എനിക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി മനുഷ്യാവതാരം ചെയ്ത് നിത്യജീവന്റെ സുവിശേഷം എനിക്ക് വേണ്ടി പങ്കുവച്ചവനെ, പാടുപീഡകൾ ഏറ്റെടുത്ത് കുരിശിൽ ജീവൻ സമർപ്പിച്ചവനെ, തിരുവുത്ഥാനം ചെയ്ത് മരണത്തെ പരാജയപ്പെടുത്തിയവനെ, എനിക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാനെ, നീയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റുപറയാൻ തക്കവിധം തിരിച്ചറിവ് നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ദൈവജനമേ, നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോ, നീയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. ദിവ്യകാരുണ്യ മുഖത്തേക്ക് നോക്കി ദൈവജനം ഒരുമിച്ച് ഏറ്റുപാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമ്പത്ത്. മറ്റെല്ലാം ഉണ്ടായിട്ട് നിന്നെ കൈമോശമെന്ന് പോയാൽ തീർന്നില്ലേ കർത്താവേ? നീ കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബലം. നീയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. അപ്പാ, എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറില്ലയൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു.
വാനലോകമതിൽ ചെന്നു സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ. വേറെയില്ലൊന്നു യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നു യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ തീർക്കാൻ വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗകാന നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനിൻ തീർക്കാൻ വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗകാനാൽ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വാരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ. വേറെയില്ലൊന്നു യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നു യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നു യേശു മാത്രം സമ്പത്താകുന്നു. ഈശോയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഏറ്റുപറഞ്ഞ് അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവർക്കായി പങ്കുവെക്കാമെന്ന് തീരുമാനമെടുത്ത് ആവശ്യക്കാരുടെ നേരെ കണ്ണടക്കില്ല എന്ന് ഉറപ്പിച്ച്, കർത്താവേ, എനിക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ അത് സമ്പാദ്യമാകാം, എൻ്റെ കഴിവുകളാകാം, എൻ്റെ സമയമാകാം, മറ്റുള്ളവർക്ക് ഉദാരമായി സ്നേഹപൂർവ്വം പങ്കുവെക്കാൻ തക്കവിധം എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, അത്തരത്തിൽ എൻ്റെ ദാരിദ്ര്യവ്രതം ജീവിക്കാൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ യേശുവേ, യേശുവേ നീ മാത്രം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ യേശുവേ, യേശുവേ നീ മാത്രം. യേശുവേ നീ മാത്രം. യേശുവേ നീ മാത്രം. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ,
എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ.
മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങ് എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ.